ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് OET എക്സാം എഴുതാനായിട്ട് ഡേറ്റ് എടുത്ത് പ്രിപ്പയർ ചെയ്ത് പോകാനായിട്ടുള്ള ആ ഒരു പ്രിപ്പറേഷനിലൊക്കെ ഇരിക്കുന്ന ആൾക്കാർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ്. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. അപ്പം ആദ്യം തന്നെ ഞാൻ പറയട്ടെ, OET ഞാൻ ഇതിനു മുൻപും പറഞ്ഞിട്ടുണ്ട്, OET എന്ന് പറയുന്നത് അല്ല നമ്മുടെ ജീവിതത്തിന്റെ മുഴുവൻ കാര്യവും. അപ്പം OETക്ക് അതിൻ്റെതായ ഇമ്പോർട്ടൻസ് മാത്രം കൊടുക്കുക. OET എന്ന് നമ്മൾ മനസ്സിൽ വിചാരിക്കും എന്താ, നമ്മൾ ഈ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന പിള്ളേരുടെയൊക്കെ മനസ്സിൽ എന്തായിരിക്കും, ഈവൻ ഞാനടക്കം പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്നപ്പം എല്ലാവരുടെയും മനസ്സിലുള്ളത് എനിക്ക് എല്ലാത്തിനും B സ്കോർ വേണം, അങ്ങനെയല്ലേ വിചാരിക്കുക. ഇപ്പം നമുക്ക് കിട്ടുന്ന സ്കോറിനനുസരിച്ച് നമുക്ക് പല രാജ്യത്തേക്ക് പോകാനുള്ള ഓപ്ഷൻ ഉണ്ടെങ്കിൽ കൂടിയും നമുക്ക് എല്ലാ മോഡ്യൂളിനും B ഗ്രേഡ് കിട്ടണം എന്നല്ലേ എല്ലാവരും ആഗ്രഹിക്കുന്നത്. ഏറ്റവും കുറഞ്ഞത് B ഗ്രേഡ്, A ഗ്രേഡ് കിട്ടിയാൽ വളരെ സന്തോഷം, പക്ഷെ B ഗ്രേഡ് എങ്കിലും കിട്ടണം എന്നല്ലേ എല്ലാവരും ആഗ്രഹിക്കുന്നത്. അപ്പം ഈ B ഗ്രേഡ് കിട്ടാനായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്, ആ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം നമ്മൾ ഒരു 3-4 months ആയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മൾ അറ്റ് ലാസ്റ്റ് ഒരു എക്സാമിലേക്ക് അടുക്കുന്ന ഒരു 1 month ടൈമിലാണ് ഇപ്പം നമ്മൾ എത്തി നിൽക്കുന്നത്. അപ്പം ഈ സമയത്ത് ഒരു ടെൻഷൻ്റെ ആവശ്യമില്ല, നല്ല കോൺഫിഡൻസ് ആയിട്ടിരിക്കണം. ഞാൻ പഠിച്ചു, എന്നെയും കൊണ്ട് പറ്റാവുന്ന അത്രയും എൻ്റെ എഫേർട്ട് എല്ലാം ഇട്ട് ഹാർഡ് വർക്ക് കൊടുത്ത് ഞാൻ ഈ ഒരു 3-4 months പഠിച്ചിട്ടുണ്ട്. അപ്പം എന്നെ കൊണ്ട് സാധിക്കും, ആ ഒരു കോൺഫിഡൻസ് ആണ് വേണ്ടത്. അല്ലാതെ അവർ പറഞ്ഞു ഇവർ പറഞ്ഞു ഇത്ര നാൾ കൊണ്ട് നമുക്ക് പറ്റത്തില്ലെന്ന് പലരും പറഞ്ഞു, അല്ലെങ്കിൽ എന്നെ കൊണ്ട് പറ്റുന്നില്ല, അങ്ങനത്തെയൊക്കെ ഉള്ള നെഗറ്റീവ് തോട്ടുകൾ അല്ലെങ്കിൽ നെഗറ്റീവ് തോട്ട് തരുന്ന ആൾക്കാരുടെ അടുത്ത് നിന്നും മാക്സിമം ഈ ഒരു എക്സാം എഴുതുന്ന വരെയുള്ള സമയത്ത് നമ്മൾ കുറച്ചൊരു ഡിസ്റ്റൻസ് പാലിക്കുക. അതുപോലെ തന്നെ മിക്കവരും കാണിക്കുന്ന ഒരു കാര്യമാണ്, അതുകൊണ്ട് അവർ പിന്നെ റിഗ്രറ്റ് ചെയ്യാറുണ്ട്. അതുകൊണ്ട് പറയുവാണ്, നമ്മൾ എക്സാം എഴുതാൻ പോവാന്നോ എക്സാമിന് പ്രിപ്പയർ ചെയ്യുവാന്നോ അല്ലെങ്കിൽ നാളെ നമ്മുടെ എക്സാം ആണോ ഡേറ്റ് എടുത്തു, ഈ വക കാര്യങ്ങളൊന്നും നമ്മൾ എല്ലാവരുമായിട്ടും ഡിസ്ക്ലോസ് ചെയ്യേണ്ട കാര്യമില്ല. നമ്മുടെ ക്ലോസ് ആയിട്ടുള്ള ആൾക്കാർ, നമ്മുടെ പപ്പയും മമ്മിയും അല്ലെങ്കിൽ നമ്മുടെ അനിയത്തി ചേച്ചി അങ്ങനെയുള്ളവരൊക്കെ ആയിട്ട് ഓക്കെ, നമുക്ക് അത് നമ്മുടെ ഒരു കംഫർട്ട് സോണാണ്. പക്ഷെ അല്ലാതെ നമുക്ക് പ്രത്യേകിച്ച് ഒരു ഗുണങ്ങളും തരാത്ത, അതായത് നമ്മുടെ കാര്യത്തിൽ പ്രത്യേകിച്ച് വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ലാത്ത ആൾക്കാരുടെ അടുത്ത് ഇതൊന്നും ഷെയർ ചെയ്യേണ്ട കാര്യമില്ല. അവർ ഈഗർലി വെയിറ്റിംഗ് ആയിരിക്കും, നമുക്ക് കിട്ടിയോ എന്ന് അറിയാൻ വേണ്ടി അവർ വെയിറ്റിംഗ് ആയിരിക്കും. പക്ഷെ അത് നമുക്ക് നല്ലത് വരണമെന്ന് വിചാരിച്ചിട്ടൊന്നും ആവണമെന്നില്ല, എല്ലാവരും അങ്ങനെ ആണെന്നല്ല. എന്നാൽ പോലും അങ്ങനെ പറയുന്നത് നമുക്കതൊരു സ്ട്രെസ്സാണ്. ഇപ്പം പലരും ചോദിക്കുവാണ്, അയ്യോ കിട്ടിയില്ലേ എഴുതിയിട്ട്, എന്തായാലും നമ്മൾ ഇന്ന ഡേറ്റിൽ നമ്മൾ എഴുതാൻ പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് അവർ നമ്മുടെ അടുത്ത് ചോദിക്കുമല്ലോ, എക്സാം എഴുതിയിട്ട് എന്തായി, പാസ്സായോ കിട്ടിയോ, അങ്ങനെ ചോദിക്കുമല്ലോ. അപ്പം നമുക്ക് അവരുടെ അടുത്ത് ഒരു റിപ്ലൈ പറയണ്ടേ. അപ്പം നമ്മുടെ ചിന്ത എന്തായിരിക്കും, ദൈവമേ ഞാൻ തോറ്റു പോയിട്ടുണ്ടെങ്കിൽ ഞാൻ ഇവരോടൊക്കെ മറുപടി പറയണ്ടേ, ഇങ്ങനെയുള്ള ടെൻഷനുകളും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും നമ്മുടെ മനസ്സിൽ വരുന്നത്. ഇതിനൊന്നും ഒരാവശ്യമില്ല. നമ്മൾ അധ്വാനിച്ചുണ്ടാക്കുന്ന കാശ്, അല്ലെങ്കിൽ നമ്മുടെ പപ്പയോ മമ്മിയോ അധ്വാനിച്ചുണ്ടാക്കുന്ന കാശ്, അപ്പം അത് സ്പോയിൽ ചെയ്യാതെ നല്ലൊരു എഫേർട്ട് ഇട്ട് പഠിക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തം. അതൊരു 3-4 months അല്ലെങ്കിൽ ഒരു 6 month ഒക്കെ ട്രെയിനിങ് എടുക്കുന്നവരുണ്ട്. അപ്പോൾ ആ സമയത്ത് നമ്മൾ അതൊക്കെ ചെയ്തിട്ടുണ്ട്, നമ്മുടെ പരമാവധി ഹാർഡ് വർക്ക് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനിയത്തെ ഒരു 1 month ഇങ്ങനത്തെ ഒരു കാര്യങ്ങളും ഓർത്ത് ടെൻഷൻ അടിച്ച് നമ്മൾ ചെയ്ത ആ ഒരു എഫേർട്ടിനെ ഒന്നും വെറുതെ ഒന്നുമില്ലാതെ ആക്കി കളയരുത്. അപ്പോൾ ഈ ഒരു 1 month അല്ലെങ്കിൽ ഈ ഒരു എക്സാമിനോട് അടുപ്പിച്ചിട്ടുള്ള ആ കുറച്ച് സമയങ്ങൾ എന്ന് പറയുന്നത് നല്ല കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുക. ഒരു തരത്തിലുള്ള നെഗറ്റീവ് തോട്ട്സും അത് തരുന്നവരെയും നിങ്ങൾ അടുപ്പിക്കുകയേ ചെയ്യരുത്. ഒരു കാര്യം അതാണ്. പിന്നെ ദൈവവിശ്വാസം, എനിക്കറിയില്ല എത്ര പേര് എങ്ങനെയൊക്കെ പല ദൈവത്തെ വിശ്വസിക്കുന്നവരുണ്ട്, പല ദൈവവിശ്വാസങ്ങളുള്ളവരുണ്ട്. പക്ഷേ ദൈവവിശ്വാസം എന്ന് പറയുന്നൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ദൈവത്തിൻ്റെ സഹായമില്ലാതെ നമുക്ക് ഒന്നും സാധിക്കാനായിട്ട് പറ്റത്തില്ല. അപ്പം എല്ലാം ദൈവത്തിന് മുറുകെ കൊടുക്കുക. നമ്മൾ നമ്മുടെ പാർട്ട് ചെയ്തിട്ടുണ്ട്, ബാക്കി എൻ്റെ ദൈവമാണ് എനിക്ക് തരേണ്ടത്. അപ്പം മുഴുവനായിട്ട് ദൈവത്തിൽ കൊടുക്കുക, നന്നായിട്ട് പ്രാർത്ഥിക്കുക, മനസ്സിനെ ഫുള്ളായിട്ടും സ്ട്രെസ് ഫ്രീ ആക്കുക. ദൈവത്തിന് ഇഷ്ടമാണെങ്കിൽ ഞാൻ ചെയ്ത എഫേർട്ട് ദൈവം കണ്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് തരട്ടെ, അങ്ങനെ വിചാരിച്ച് നമ്മൾ മനസ്സിനെ ക്വയറ്റ് ആക്കുക. പിന്നെ നമ്മൾ ഈ ലാസ്റ്റ് സമയത്തേക്ക് ഞാൻ ഇന്നലത്തെയൊക്കെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ മോക്ക് ടെസ്റ്റ് ചെയ്യുന്ന കാര്യം. ആ ഒരു കാര്യത്തിന് നിങ്ങൾ ഒരു വീഴ്ചയും വരുത്തരുത്. ടൈമിന് ഒരു വഞ്ചനയും നിങ്ങളോട് കാണിക്കാതെ നന്നായിട്ട് ടൈമർ അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യണം. ടൈമർ അടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കണ്ടിന്യൂ ചെയ്ത് പോകരുത്. അതുപോലെ തന്നെ മോക്ക് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ആദ്യം നമ്മൾ ലിസണിങ് ചെയ്യുക, എന്നിട്ട് റീഡിങ് ചെയ്യുക, അത് കഴിഞ്ഞ് റൈറ്റിംഗ് ചെയ്യുക, അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഒരു ബ്രേക്ക് എടുത്തിട്ട് സ്പീക്കിംഗ് ചെയ്യുക.
ഇങ്ങനെ തന്നെ നമ്മൾ അതെങ്ങനെയാ, അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് വേറെ കോള് വരരുത്, വേറൊരാൾ വന്ന് സംസാരിച്ച് ഡിസ്റ്റർബൻസ് ആക്കാൻ വേണ്ടി വരരുത്. ഇങ്ങനെയുള്ളതൊക്കെ മാറ്റി വെച്ചിട്ട് അവരോട് ഇങ്ങനെ വരുന്നവരോടൊക്കെ പറയാം, ഞാനിങ്ങനെ ഈ ഒരു 3 hours എന്നെ ഒരു കാര്യത്തിനും വിളിക്കരുത് എന്ന് പറഞ്ഞിട്ട് അതിനൊന്നും ഒരു മടിയും നിങ്ങൾ വിചാരിക്കരുത്. എന്ന് വെച്ചാൽ നിങ്ങളുടെ കാര്യമാണ്, നിങ്ങൾക്ക് B ഗ്രേഡ് കിട്ടുക എന്നുള്ളത് ഏറ്റവും ആവശ്യം നിങ്ങൾക്കാണ്, വേറെ ആരേക്കാളും. അപ്പം ആ ഒരു കരുതലും കാര്യങ്ങളൊക്കെ നമ്മളാണ് ചെയ്യേണ്ടത്. അപ്പം അതിനനുസരിച്ചിട്ടുള്ള പ്രിപ്പറേഷൻസ് ഒക്കെ എടുത്ത് നമ്മൾ മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുക. മോക്ക് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ചെയ്തിട്ട് റിപ്പീറ്റഡ് ആയിട്ട് ചെയ്തിട്ടുള്ള മെറ്റീരിയൽസ് അല്ല, നമുക്ക് ഒട്ടും പരിചയമില്ലാത്ത പുതിയതായിട്ടുള്ള ഒരു മെറ്റീരിയൽ എടുത്ത് വെച്ചിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ എനിക്ക് ഇപ്പം എക്സാം അടുത്തു, അപ്പം എനിക്ക് ഈ ഒരു മോഡ്യൂൾ ഇപ്പം റീഡിങ് പാർട്ട് C എനിക്ക് ബുദ്ധിമുട്ടാണ്, അപ്പം ഞാൻ അതിനെ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാണ്. അതിനുള്ള സമയമൊന്നും ഇപ്പോഴല്ല, അതൊക്കെ നമ്മൾ നേരത്തെ ആയിരുന്നു ചെയ്യേണ്ടത്. എക്സാമിൻ്റെ ഡേറ്റ് എടുത്ത് കഴിഞ്ഞു നമ്മൾ എല്ലാ മോഡ്യൂളിലും ഈക്വൽ ഇമ്പോർട്ടൻസ് ആണ് കൊടുക്കേണ്ടത്. സ്പീക്കിംഗ് എനിക്ക് ഈസി ആണെന്നും പറഞ്ഞ് സ്പീക്കിങ്ങിനെ വിടരുത്, സ്പീക്കിംഗ് എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റുമെന്നും പറഞ്ഞ് ലാസ്റ്റത്തെ ആ സമയത്തേക്ക് സ്പീക്കിങ്ങിനെ നമ്മൾ മാറ്റി നിർത്തരുത്. എല്ലാ മോഡ്യൂളും അറ്റ്ലീസ്റ്റ് ഒരു പ്രാവശ്യമെങ്കിലും ചെയ്യണം. ഒരു പ്രാവശ്യം പോരെ, എക്സാമിനൊക്കെ ഡേറ്റ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു 2 പ്രാവശ്യം വെച്ചിട്ടെങ്കിലും ദിവസവും എല്ലാ മോഡ്യൂൾസും ചെയ്തു പോകാനായിട്ട് ശ്രദ്ധിക്കുക. എന്ന് വെച്ച് നിങ്ങളെ സ്ട്രെസ്ഫുൾ ആക്കരുത്. നിങ്ങളൊരു മോഡ്യൂൾ ചെയ്ത് അത് കഴിഞ്ഞ് നിങ്ങൾ കുറേ റിലാക്സേഷൻ കാര്യങ്ങളൊക്കെ ചെയ്യണം കേട്ടോ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ പരിചയത്തിലുണ്ടായ ഒരു കൊച്ചിൻ്റെ എക്സ്പീരിയൻസ് എനിക്കറിയാം. അവൾക്ക് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവളുടെ ഹസ്ബൻഡ് പറയുമായിരുന്നു, കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ പോലും അയ്യോ ഞാൻ പെട്ടെന്ന് കഴിക്കട്ടെ, എനിക്ക് OETയുടെ ആ ഒരു മൊഡ്യൂൾ ചെയ്യാനുണ്ടായിരുന്നു, എനിക്ക് ഇത്രയും പെൻഡിങ് ഉണ്ട്, അങ്ങനെ പറഞ്ഞ് അവൾ പെട്ടെന്ന് എണീറ്റ് പോകുമായിരുന്നു, മര്യാദയ്ക്ക് കഴിക്കുക പോലും ചെയ്യാതെ. അതുപോലെ ഉറക്കത്തിൽ അവൾ പറഞ്ഞു അവൾക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. ഒന്നാമത് അവൾക്കൊരു കുഞ്ഞുണ്ട്, അവൾ ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്ന അമ്മയാണ്. അപ്പം രാത്രിയിലൊക്കെ കുഞ്ഞ് പാല് കുടിക്കുകയൊക്കെ ചെയ്യുമ്പോഴേക്കും നമ്മുടെ ഉറക്കം അവിടെ എന്താ പറയുക, നമുക്കൊരു കണ്ടിന്യൂസ് ആയിട്ടുള്ള സ്ലീപ്പ് കിട്ടുന്നില്ല, കൂടുതൽ ടെൻഷനാണ്. പിന്നെ വളരെ നമ്മൾ ഈ റീഡിംഗ് ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും ഒത്തിരി കോൺസെൻട്രേറ്റ് ചെയ്തിട്ടാണ് വായിക്കുന്നത്, കൂടുതൽ ഡ്യൂട്ടി ചെയ്യുന്നുണ്ട്. എല്ലാം കൂടെ ആയപ്പോഴേക്കും ഭയങ്കര സ്ട്രെസ്സായി. പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അവൾക്ക് നോക്കുമ്പോൾ കാണുന്നതെല്ലാം ഡബിൾ ആയിട്ടൊക്കെയാണ് കാണുന്നത്. നമ്മൾ പെൻസിൽ വെച്ചിട്ട് നമ്മൾ പോയിന്റ് ചെയ്യാൻ വേണ്ടി പോകുന്ന സ്ഥലത്തല്ല പോയിന്റ് ചെയ്യുന്നത്, മാറി വേറെ സ്ഥലത്തൊക്കെ പോയിന്റ് ചെയ്യുവാണ്. അപ്പോൾ അതൊക്കെ എന്തുകൊണ്ടാണ് പറ്റുന്നത്? നമ്മൾ മര്യാദയ്ക്ക് ഭക്ഷണം ഇല്ലാതെ, മര്യാദയ്ക്ക് ഉറങ്ങാതെ, നമ്മൾ ഈ OET എന്ന് പറയുന്നത് കൊണ്ട് അതുകൊണ്ട് എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് ഉണ്ടാവുമോ? നമ്മുടെ ഹെൽത്തും പ്രോബ്ലത്തിലാവും, ഈ ഒരു OET നല്ലൊരു സ്കോറിലേക്ക് നമ്മൾ പോകാനായിട്ട് പോകുന്നില്ല. അപ്പം അതുകൊണ്ട് എല്ലാത്തിനും ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം. നമുക്ക് ഉറങ്ങേണ്ട സമയം നമ്മൾ പ്രോപ്പറായിട്ട് ഉറങ്ങണം. പ്രത്യേകിച്ച് ഈ OETയുടെ ഒക്കെ സമയത്ത് നമുക്ക് അത്രയും കോൺസെൻട്രേഷൻ ആവശ്യമാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കുക. അതുപോലെ തന്നെ ഈ ഒരു എക്സാമിനോട് അടുപ്പിച്ചിരിക്കുന്ന ദിവസങ്ങളൊന്നും പോയിട്ട് പുതിയതായിട്ടുള്ള ഫുഡൊന്നും പരീക്ഷിക്കാൻ വേണ്ടി നിൽക്കരുത്. വല്ല ഫുഡ് ഇൻഫെക്ഷൻ ഒക്കെ ആയിട്ടുണ്ടെങ്കിൽ പിന്നെ അതും ഒരു റിസ്ക് ആയിട്ട് മാറും. അതുകൊണ്ട് ഹെൽത്തി ആയിട്ടുള്ള നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന ഫുഡുകളൊക്കെ കഴിക്കുക, നന്നായിട്ട് വെള്ളം കുടിക്കുക, നന്നായിട്ട് ഉറങ്ങുക, പ്രാർത്ഥിക്കുക. അങ്ങനെ ഒരു പ്രിപ്പറേഷൻ ആയിരിക്കണം നിങ്ങൾ കീപ്പ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ സ്പീക്കിങ്ങിന്റെ കാര്യത്തിലാണെങ്കിൽ നമ്മൾ ആ സമയത്ത് കണ്ണാടി നോക്കിയോ അല്ലെങ്കിൽ നമ്മൾ തന്നെ സംസാരിച്ച് റെക്കോർഡ് ചെയ്ത് കേൾക്കുന്നവരൊക്കെ അങ്ങനെയുള്ളവരൊക്കെ ഉണ്ടാവുമല്ലോ, ആ സംഭവങ്ങളൊക്കെ മാറ്റിയിട്ട് നമ്മൾ ശരിക്കും ഒരു കമ്പാനിയനെ വെച്ച് തന്നെ സ്പീക്കിംഗ് ചെയ്യണം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില കുട്ടികൾക്ക് വരുന്ന പ്രശ്നമാണ് ഇങ്ങനെ മിററിൽ നോക്കിയും ഈ ഫോണിലൊക്കെ തന്നെ സംസാരിച്ച് ഫോണിൽ റെക്കോർഡ് ചെയ്ത് മിസ്റ്റേക്ക് ചെയ്യുക. അതൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ്, സ്റ്റാർട്ടിങ്ങിലൊക്കെ ചെയ്യാൻ പറ്റുന്നത് തന്നെയാണ്. പക്ഷേ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരാൾക്ക് ഒരു ഇന്റർലോക്യൂട്ടറിനെ കിട്ടിക്കഴിയുമ്പോഴേക്കും ഒരു അൺഫെമിലിയർ ആയിട്ടുള്ള ഒരാളുടെ മുന്നിൽ പോലും സംസാരിക്കാൻ വളരെ ബുദ്ധിമുട്ട്, ഒന്നും സംസാരിക്കാൻ പറ്റുന്നില്ല, വേർഡ്സ് ഒന്നും വരുന്നില്ല, ടെൻഷൻ ആവുകയാണ്, വേറൊരാളുടെ മുമ്പിൽ നിന്ന് സംസാരിക്കാൻ നമുക്ക് മടി വരുവാണ്. അപ്പോൾ അതിനൊക്കെ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ആദ്യമേ തന്നെ ഈ ഒരു എക്സാം പ്രിപ്പറേഷൻ ടൈമിൽ തന്നെ നമ്മൾ ഇതൊക്കെ മാറ്റിയെടുക്കണം. അതിനാ പറയുന്നത്, നമ്മൾ ഒരു ചമ്മലം വിചാരിക്കരുത്, ആരും എൻ്റെ മുൻപിലുണ്ട് അല്ലെങ്കിൽ അവർ കേൾക്കും ഇവർ കേൾക്കും അങ്ങനെ ഒന്നും വിചാരിക്കരുത്. നമ്മൾ നന്നായിട്ട് സംസാരിക്കുക, നമ്മുടെ വായിൽ വരുന്ന പോലെയൊക്കെ സംസാരിക്കുക. മിസ്റ്റേക്ക് വന്നോട്ടെ, ഒരു കുഴപ്പമില്ല. ഒന്നും പറയാതെ നമ്മളിങ്ങനെ സ്റ്റക്കായിട്ട് ഇരിക്കുമ്പോഴാണ് പ്രശ്നം വരുന്നത്. അല്ലെങ്കിൽ നീ അവിടെ ഒരു വാസ് പറഞ്ഞു എന്നൊന്നും പറഞ്ഞ് ഇന്റർലോക്കേറ്റർ ഒന്നും പറയാനായിട്ട് പോകുന്നില്ല. അവരെ ഇടയ്ക്ക് വെച്ച് നമ്മൾ എന്താ പറയുക, ബ്ലാങ്ക് ആയിട്ട് നിന്ന് പോകാതെ നമുക്ക് എന്ത് സംസാരിക്കാം, അതിനൊക്കെയുള്ള കുറേ ടിപ്സും കാര്യങ്ങളും. പെട്ടെന്നൊന്നും പറയാൻ കിട്ടുന്നില്ലേ, അവിടെ നമ്മളൊരു റീഅഷുറൻസ് പറയുന്ന ഒരു വേർഡ് എടുത്തിട്ടിട്ട് അവിടെ നമ്മൾ അങ്ങോട്ട് എന്താ പറയുക, പോളിഷ് ചെയ്തെടുക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, അതൊക്കെ സ്പീക്കിങ്ങിന്റെ ടിപ്സിലേക്ക് വരുമ്പോഴേക്കും ഞാൻ അതൊക്കെ പറഞ്ഞു തരുന്നതാണ്. പ്രാർത്ഥന വളരെ ഒരു ഇമ്പോർട്ടന്റ് കാര്യമാണ്. ദൈവമേ എക്സാം ടൈമിൽ എനിക്ക് നല്ലൊരു ഇന്റർലോക്യൂട്ടറിനെ കിട്ടണേ, നല്ലൊരു റീഡിങ്ങിന്റെയും റൈറ്റിങ്ങിന്റെയും അതുപോലെ ലിസണിങ്ങിന്റെയും ഒക്കെ മെറ്റീരിയൽ, നല്ല മെറ്റീരിയൽ, എനിക്ക് ഫെമിലിയർ ആയിട്ടുള്ള മെറ്റീരിയൽ, എനിക്ക് കേട്ടാൽ മനസ്സിലാവുന്നതും വായിച്ചാൽ മനസ്സിലാവുന്നതുമായിട്ടുള്ള മെറ്റീരിയൽ തരണേന്ന്
ദൈവത്തോട് മുറുക്കെ പിടിച്ച് പ്രാർത്ഥിക്കുക. എക്സാമിന്റെ തലേദിവസം ആയിന്ന് വെച്ചോ, എക്സാമിന്റെ തലേദിവസം നമ്മൾ ചെയ്യേണ്ടത് എന്താ, നമ്മുടെ പാസ്പോർട്ട്, അതുപോലെ തന്നെ ആ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നമുക്ക് എന്തായാലും നമ്മുടെ ഹോൾ ടിക്കറ്റ് വന്നിട്ടുണ്ടാവും മെയിലിൽ. അപ്പോൾ അത് പ്രിന്റ് ഔട്ട് എടുത്ത് വെക്കുക. അതുപോലെ നമുക്ക് പെൻസില്, ഷാർപ്നർ, റബ്ബർ, ഒരു പേന, നമുക്ക് സൈൻ ചെയ്യാൻ വേണ്ടി പേന വേണം. ഇത്രയും കാര്യങ്ങൾ എടുത്തു വെക്കുക. അതും നമുക്ക് അവിടെ ഉള്ളിൽ കയറ്റുക എന്ന് പറയുന്ന പൗച്ച്, ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള പൗച്ച് അവർ കയറ്റത്തുള്ളൂ. ഡിസൈൻ ആയിട്ട് ഉള്ളിൽ കാണാൻ പറ്റാത്തതായിട്ടുള്ള പൗച്ച് അവർ കയറ്റാൻ സമ്മതിക്കത്തില്ല. അപ്പം അങ്ങനെ ഒരു പൗച്ച് മേടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പം ഇതെല്ലാം കൂടെ നമുക്ക് അതിനകത്ത് ഇടാം. അതുപോലെ തന്നെ പെൻസിൽ എന്ന് പറയുന്ന ഒരു 3-4 പെൻസിൽ കരുതുക. അതും പുതിയ പെൻസിൽ, എക്സാം ആയി പുതിയ പെൻസിൽ മേടിക്കാന്നൊന്നും പറഞ്ഞാൽ പുതിയ പെൻസിലൊന്നും പോയി മേടിക്കേണ്ട. നമ്മൾ യൂസ് ചെയ്ത് നമ്മുടെ കൈക്ക് എന്താ പറയുക, നിങ്ങളത് യൂസ് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പെൻസിലും പെട്ടെന്നൊരു ദിവസം പുതിയത് മേടിച്ച പെൻസിലും നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഒത്തിരി വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പെൻസിൽ തന്നെ ഒരു 4 എണ്ണം നന്നായിട്ട് ഷാർപ്പ് ചെയ്ത് അതെടുത്ത് വെക്കുക. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ. അതുപോലെ തന്നെ ലൊക്കേഷൻ നോക്കി വെക്കുക. ആ ലൊക്കേഷനിലേക്ക് പോകാൻ എങ്ങനെയാണ് ഞാൻ പോവുക, വണ്ടി കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യണമെങ്കിൽ ചെയ്യുക. അറിയാത്ത സ്ഥലമാണെങ്കിൽ ആരോടെങ്കിലൊക്കെ ചോദിച്ചോ, അല്ലെങ്കിൽ ആരെങ്കിലും കൂടെ വരുന്നുണ്ടോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ, അറേഞ്ച്മെന്റ്സും കാര്യങ്ങളൊക്കെ തലേ ദിവസം തന്നെ ചെയ്തു വെക്കുക. പിന്നെ തലേ ദിവസം നിങ്ങൾ ഓവറായിട്ട് പിറ്റേന്ന് എക്സാം ആണ്, എനിക്ക് കുറേ മൊഡ്യൂൾസ് ചെയ്ത് തീർക്കണം, കുറേ മെത്തേഡ്സ് ട്രൈ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് തലേ ദിവസം കുറേ പ്രാക്ടീസ് ചെയ്യാതിരിക്കുക. ഒട്ടും പ്രാക്ടീസ് ചെയ്യേണ്ടത് തന്നെ ഞാൻ പറയുള്ളൂ. തലേ ദിവസം വേണമെങ്കിൽ നിങ്ങൾക്ക് അത്ര നിർബന്ധമാണെന്നുണ്ടെങ്കിൽ സ്പീക്കിംഗ് വല്ലോ ഒരു കമ്പാനിയനെ വെച്ചിട്ട് ചെയ്യുക. അല്ലാതെ വേറെ ഒരു കാര്യത്തിനും മൈൻഡ് സ്ട്രെസ് ആക്കരുത്. ചിലപ്പം തലേ ദിവസം ചെയ്യുമ്പം ഭാഗ്യക്കേടിന് ചിലപ്പോൾ നമുക്ക് അന്ന് വരെ 30-34 ഒക്കെ സ്കോർ ചെയ്തുകൊണ്ടിരുന്ന കുട്ടികൾക്ക് ചിലപ്പോൾ തലേ ദിവസം ഒരു 25-24 ആയിപ്പോയി എന്ന് വെച്ചോ, നമ്മുടെ മൈൻഡ് അപ്പോഴത്തേക്കും ഡിസ്റ്റർബ്ഡ് ആയി. അയ്യോ എൻ്റെ ദൈവം എനിക്ക് ഇത്രേ കിട്ടുന്നുള്ളല്ലോ, അപ്പോൾ നാളെ ഞാൻ എക്സാം എഴുതാൻ പോകും, അപ്പോൾ എനിക്ക് കിട്ടുമോ, അങ്ങനെയുള്ള കുറേ ചിന്തകൾ വരും. അപ്പോൾ അതിനെയൊക്കെ ഒരു എന്താ പറയുക, അങ്ങനത്തെ ചിന്തയുടെ ഒന്നും ഒരു ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് തലേ ദിവസം മാക്സിമം പ്രാക്ടീസ് ഒന്നും ചെയ്യാതിരിക്കുക. മൈൻഡ് നല്ല സ്ട്രെസ് ഫ്രീ ആക്കുക. എല്ലാവരോടും സംസാരിച്ച്, നമ്മൾ ഒറ്റയ്ക്കൊക്കെ ഇരിക്കുമ്പോഴാണ് നമുക്ക് ഒത്തിരി ടെൻഷൻ കയറുന്നത്, അതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഒത്തിരി ഓവർ തിങ്ക് ചെയ്യുന്നത്. എല്ലാവരുടെ അടുത്ത് സംസാരിച്ച് നോർമലായിട്ട് പോവുക. നോർമലായിട്ട് നമ്മൾ എങ്ങനെയാണോ ഒരു ദിവസം കഴിഞ്ഞു പോകുന്നത് അതുപോലെ തലേ ദിവസം നേരത്തെ കിടന്നുറങ്ങുക, നന്നായിട്ട് ഉറങ്ങുക. അതുപോലെ തന്നെ പിറ്റേ ദിവസത്തേക്ക് ഇടേണ്ട ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഡ്രസ്സ് എടുത്ത് വെക്കുക. എന്താ പറയുക, അവിടെ ഇവിടെയൊക്കെ നമുക്ക് കയറ്റി ഇടുമോ, നമ്മൾ ഡിസ്കംഫർട്ട് ആയിട്ടുള്ള ആണെങ്കിൽ എക്സാം ടൈമിലൊക്കെ അതൊക്കെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മൾ കംഫർട്ടബിൾ ആയിട്ടുള്ള ലൂസ് ആയിട്ടുള്ള, ഇതിപ്പോൾ ലൂസോ ടൈറ്റോ ഓരോരുത്തർക്ക് ഓരോ ഇതാണല്ലോ, അതിനനുസരിച്ചുള്ളൊരു ഡ്രസ്സൊക്കെ എടുത്ത് വെക്കുക. ഇപ്പം എക്സാം ഹാൾ എന്ന് പറഞ്ഞാൽ മിക്കവാറും AC ഒക്കെ ആയിട്ടുള്ള സ്ഥലങ്ങളായിരിക്കും. അപ്പോൾ കുറച്ച് തണുപ്പ് കൂടുതലുണ്ടാവും. അപ്പോൾ അങ്ങനെ തണുപ്പ് ഒട്ടും സഹിക്കാൻ പറ്റില്ലാതെ അങ്ങനത്തെയൊക്കെയുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഒരു സ്വെറ്റർ പോലത്തെ അല്ലെങ്കിൽ ഇച്ചിരി കട്ടിയുള്ള പോലത്തെയൊക്കെയുള്ള ഡ്രസ്സൊക്കെ എടുത്ത് വെക്കുക. അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യാം. അതുപോലെ തന്നെ രാവിലെ ഇറങ്ങി നമ്മൾ പോകുന്നതിന് മുൻപായിട്ട് നന്നായിട്ടൊന്ന് പ്രാർത്ഥിക്കുക. ദൈവത്തോട് പറയുക, ദൈവം ഞാനിങ്ങനെ പോകുകയാണ്, എൻ്റെ എല്ലാ എഴുതാൻ വെച്ചിരിക്കുന്ന എൻ്റെ പെൻസിലും കാര്യങ്ങളും എല്ലാം എടുത്ത് കയ്യിൽ പിടിച്ച് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഏറ്റവും നന്നായിട്ട് ഞാൻ ഇത്രയും നാളും എഫേർട്ട് ഇട്ട് പഠിച്ച ആ ഒരു കാര്യത്തിന് എനിക്ക് നന്നായിട്ട് പ്രസൻറ്റ് ചെയ്യാൻ സാധിക്കണേ, നല്ലൊരു ഇൻ്റർലോക്യൂട്ടറിനെ കിട്ടണേ, നല്ല മെറ്റീരിയൽസ് എനിക്ക് തരണേ, വഴിയിലൊന്നും ഒരു കുഴപ്പങ്ങളും കൂടാതെ ഒരു ഡിലേ ഒന്നും വരുത്താതെ എന്നെ അവിടെ എത്തിച്ചേക്കണേ എന്നൊക്കെ പ്രാർത്ഥിച്ച് വീട്ടിലൊക്കെ എല്ലാവരോടും പപ്പനോടും മമ്മിയോടൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങുക. അത് കഴിഞ്ഞ് അവിടെ ചെല്ലുമ്പം നമ്മൾ ഒത്തിരി കുട്ടികളെ കാണും. അപ്പം അവരൊക്കെ പലതും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടാവും. അപ്പം ചിലത് ടെൻഷൻ അടിച്ച് പറയുന്നവരുണ്ടാവും, അയ്യോ ഞാനൊന്നും പഠിച്ചിട്ടില്ല, എനിക്കറിയില്ല. അങ്ങനെയുള്ളതൊന്നും കേൾക്കാൻ വേണ്ടി നിൽക്കരുത്. നിങ്ങൾ മനസ്സിൽ സ്വയം പറയുക, ഞാൻ പഠിച്ചിട്ടുണ്ട്, എനിക്ക് വേണ്ട കാര്യങ്ങൾ ഞാൻ പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മനസ്സിൽ നിങ്ങൾ ഞാൻ പഠിച്ച കാര്യങ്ങളൊക്കെ ആയിരിക്കും വരുന്നത്, അങ്ങനെ തന്നെ നിങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് പോകരുത്. ചിലപ്പം നമ്മൾ ചെയ്തിട്ടില്ലാത്തൊരു റൈറ്റിംഗ് മെറ്റീരിയൽ ആയിരിക്കും വരുന്നത്, നമ്മൾ ചെയ്തിട്ടില്ലാത്ത ടൈപ്പ് ഒരു കേസ് ആയിരിക്കും അന്ന് കാണുന്നത്. അപ്പം നമ്മൾ അയ്യോ എൻ്റെ ദൈവം ഞാനിത് ചെയ്തിട്ടില്ലോ, ഞാൻ എന്നാ ചെയ്യും, അങ്ങനെ ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. എന്ത് വന്നാലും ഞാൻ എഴുതും, അല്ലെങ്കിൽ എന്ത് കേട്ടാലും എനിക്ക് ചെയ്യാൻ പറ്റും, അങ്ങനെ തന്നെ മനസ്സിനെ അങ്ങ് കോൺഫിഡൻ്റ് ആക്കുക. പിന്നെ അതുപോലെ തന്നെ ഈ ഡാർക്ക് ചോക്ലേറ്റ്, കോഫി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയാറില്ലേ, ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഡാർക്ക് ചോക്ലേറ്റ്, ഞാനൊരു ചോക്ലേറ്റ് കഴിച്ചിട്ടാണ് കയറിയത്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്, അങ്ങനെ തന്നെ ചെയ്യണമെന്നൊന്നും ഞാൻ പറയത്തില്ല. പക്ഷേ നമ്മുടെ മൈൻഡ് കുറച്ചും കൂടെയൊക്കെ ഷാർപ്പാകും എന്നൊക്കെയാണ് പറയുന്നത്. കോഫി കുടിക്കുമ്പോഴേക്കും നമുക്ക് ക്ഷീണം വരത്തില്ല, ഉറക്കമൊന്നും അങ്ങനെയൊന്നും തോന്നത്തില്ല. ഉറപ്പായിട്ട് നമുക്ക് OETD എക്സാം ഒന്നും കയറുമ്പോൾ എനിക്ക് തോന്നില്ല ആർക്കും അങ്ങനെ ഉറക്കമൊന്നും വരുമെന്ന്. എന്നാലും നമ്മുടെ മൈൻഡ് കുറച്ചും കൂടിയൊക്കെ ഒന്ന് ഷാർപ്പായിട്ടിരിക്കും എന്നാണ് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് താല്പര്യമാണ്, കഴിക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഒരു കോഫി കുടിക്കുക, എക്സാമിന് കയറുന്നതിന് മുമ്പ് ഒരു കോഫി കുടിക്കുക, അല്ലെങ്കിൽ ഡാർക്ക് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ചോക്ലേറ്റ് അത് എന്തെങ്കിലും ഒന്ന് കഴിക്കുക. അപ്പോൾ അതൊക്കെ ഒരു നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്.
പിന്നെ വെള്ളം കുടിക്കുന്ന കാര്യം, കയറുന്നതിന് മുൻപൊക്കെ തലേദിവസവും അല്ലെങ്കിൽ രാവിലെ വരെയൊക്കെ നന്നായിട്ട് വെള്ളം കുടിച്ചോളൂ. പക്ഷെ എക്സാമിനോട് അടുപ്പിച്ച് ഒത്തിരി വെള്ളം കുടിക്കാൻ വേണ്ടി നിൽക്കരുത്. എക്സാമിന് കയറുന്നതിന് മുൻപ്, ആ ഹോളിലോട്ട് കയറുന്നതിന് മുമ്പ് നമ്മൾ ടോയ്ലറ്റിലൊക്കെ പോയിട്ട് വേണം പോയിരിക്കാനായിട്ട്. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആകെ ബ്രേക്ക് കിട്ടുക എന്ന് പറയുന്നത് ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ടൈമിലാണ്. നമ്മൾ റൈറ്റിങ്ങിനും ലിസണിങ് കഴിഞ്ഞിട്ട് റീഡിങ് പാർട്ട് എ കഴിഞ്ഞിട്ട് ഒരു പ്രാവശ്യമാണ് നമുക്ക് ബ്രേക്ക് കിട്ടുന്നത്. ആ ബ്രേക്കിനൊക്കെ പോകുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒത്തിരി ഡിഫിക്കൽട്ടാണ്. നമ്മുടെ കൂടുതൽ അവിടെ നമ്മളെ വാച്ച് ചെയ്യാൻ വേണ്ടി നിൽക്കുന്നതിൽ ഒരാൾ കൂടുതൽ അക്കമ്പനി ചെയ്യണം, നമ്മൾ അവരോട് പെർമിഷൻ ചോദിച്ച് അവരുടെ കൂടുതൽ പോയി തിരിച്ചു വന്ന് എന്തിനാ അതൊക്കെ നമുക്കൊരു സ്ട്രെസ് ആയിട്ടുള്ള ഒരു സമയമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നമുക്ക് അങ്ങനെയൊക്കെ പോകുമ്പോഴത്തേക്കും അല്ലെങ്കിൽ യൂറിൻ പാസ് ചെയ്യാനായിട്ടൊക്കെ തോന്നുമ്പോഴത്തേക്കും നമുക്ക് കൂടുതൽ ഒരു ടെൻഷനാകും. അപ്പം ആദ്യം തന്നെ ടോയ്ലറ്റിലൊക്കെ പോവുക. ഒത്തിരി അന്നേരം ആ സമയത്ത് ഹാളിലേക്ക് കയറുന്നതിന് മുമ്പ് ഒത്തിരി വെള്ളമൊക്കെ കുടിച്ച് യൂറിനേഷൻ്റെ ടെൻഡൻസി ഒന്നും ഉണ്ടാക്കാതിരിക്കാനായിട്ട് ട്രൈ ചെയ്യുക. അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. പിന്നെ നമ്മളവിടെ ചെല്ലുമ്പോഴത്തേക്കും നമ്മുടെ ബാഗും നമ്മുടെ വാല്യുബിൾസൊക്കെ നമുക്ക് വാച്ചൊന്നും ഉള്ളിലേക്ക് കയറ്റാനായിട്ട് സാധിക്കത്തില്ല. നമ്മുടെ പൗച്ച്, ട്രാൻസ്പെറൻറ്റ് ആയിട്ടുള്ള പൗച്ചിൽ ഈ പെൻസിലും റബ്ബറും അങ്ങനത്തെ സാധനങ്ങൾ, നമ്മുടെ പാസ്പോർട്ടൊക്കെ ഹാൾ ടിക്കറ്റും മാത്രമേ അകത്തേക്ക് കയറ്റാനായിട്ട് സാധിക്കുള്ളൂ. അപ്പം ബാക്കി സാധനങ്ങളൊക്കെ വെക്കാനായിട്ട് അവർ നമുക്കൊരു പ്ലേസ് തന്നിട്ടുണ്ടാവും. അപ്പോൾ ഇതെല്ലാം ഊരി ഭദ്രമായിട്ട് അവിടെ വെക്കുക. പിന്നെ കയറി കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും ഈ സാധനങ്ങളൊക്കെ ആയിട്ട് നമ്മളെ ആ സീറ്റിൽ അവർ കൊണ്ടിരുത്തും. നമ്മളെ ഗൈഡ് ചെയ്ത് കൊണ്ടിരുത്താനായിട്ട് ആൾക്കാരുണ്ടാവും. അപ്പോൾ അവിടെ ചെന്നിരിക്കുക. സീറ്റിൻ്റെ ഒക്കെ കാര്യം പറഞ്ഞാൽ ചിലപ്പം നല്ല ഒരു എന്താ പറയുക, നല്ല ഒരു ഇതായിട്ടുള്ള ചിലപ്പോൾ ഒരു ഹോട്ടൽ പോലത്തെ സ്ഥലത്തൊക്കെ ആണെങ്കിൽ മിക്കവാറും നല്ല സീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിരിക്കും. ചില സ്ഥലത്ത് നല്ല സീറ്റിംഗ് ഒന്നും ആയിരിക്കത്തില്ല. അപ്പം നമ്മൾ തന്നെ ഒന്ന് നോക്കുക, അത് ഇളകുന്നതാണോ, നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാൻ പറ്റുന്നുണ്ടോ, അതുപോലെ തന്നെ എഴുതാനുള്ള ആ ഒരു പാഡ് എന്ന് പറയുന്ന ആ സ്ഥലമൊക്കെ നന്നായിട്ടുള്ളതാണോ, എനിക്കെല്ലാം മാനേജ് ചെയ്ത് വെക്കാൻ പറ്റുന്നുണ്ടോ എന്നൊക്കെ നോക്കുക. പറ്റുന്നില്ലെങ്കിൽ അപ്പം തന്നെ അവരെ ഇൻഫോം ചെയ്യുക, എനിക്കിത് ചേഞ്ച് ചെയ്ത് തരണം എന്ന് പറയുക. ഹാൻഡ് റൈസ് ചെയ്താൽ മതി, അവർ വരും, എന്ത് അസിസ്റ്റൻസിനും അവർ വരും. പിന്നെ അതുപോലെ തന്നെ അവിടെ ഒരു ഹെഡ്സെറ്റ് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അത് ട്രയലിൻ്റെ ടൈമിൽ അവർ പറയും ട്രയലാണെന്ന് പറഞ്ഞ്. അപ്പോൾ അതെടുത്ത് വെച്ച് നോക്കുക, ലൂസാണോ, കേൾക്കുന്നില്ലേ, സൗണ്ടൊക്കെ ഓക്കെ ആണോ, ഷെഡ്യൂളിനെ നോക്കി വെക്കുക. അല്ലെങ്കിൽ ആ സമയത്ത് ടെൻഷനാവും. പിന്നെ അത് വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ അപ്പം തന്നെ അവരോട് ഇൻഫോം ചെയ്യുക, എന്നിട്ടത് ആ സ്ഥലത്ത് തന്നെ വെക്കുക. അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ആ ഒരു സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അങ്ങനെ ഫൈനലി നിങ്ങളുടെ ഇത്രയും നാളത്തെ എഫേർട്ടുമായിട്ട് നിങ്ങൾ ആ ഒരു എക്സാം ഹാളിൽ ഇങ്ങനെ ഇരിക്കുവാണ്. അപ്പോൾ ആ സമയത്തും നിങ്ങളൊന്നും റിവൈൻഡ് ചെയ്യാനോ പഠിച്ച കാര്യങ്ങളെക്കുറിച്ച് ഓർക്കാനോ അങ്ങനെയൊന്നും ചെയ്യാതിരിക്കുക നല്ലത്. നമ്മൾ മനസ്സിൽ പറഞ്ഞുകൊണ്ടിരിക്കുക, ഞാൻ കോൺഫിഡൻ്റ് ആണ്, എനിക്ക് എന്ത് വന്നാലും, ഒട്ടും അറിയാത്ത ഒരു കേസ് വന്നാൽ പോലും, റൈറ്റിങ്ങിനാണെങ്കിലും അതുപോലെ തന്നെ കാണാത്തയും മനസ്സിലാവാത്തതുമായിട്ടുള്ള ഒരു റീഡിങ് വന്നാൽ പോലും എനിക്ക് ചെയ്യാൻ പറ്റും, എൻ്റെ ദൈവം എനിക്ക് അതിനുള്ള കഴിവ് തന്നിട്ടുണ്ടെന്ന് ഉറച്ച് വിശ്വസിക്കുക. എന്നിട്ട് അറ്റൻഡ് ചെയ്യാനായിട്ട് തുടങ്ങുക. പിന്നെ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, ലിസണിങ്ങിനൊക്കെ ആണെങ്കിൽ എ പാർട്ടിൽ നമ്മളിങ്ങനെ കേട്ടോണ്ടിരിക്കുമ്പോഴത്തേക്കും അതിങ്ങനെ പെട്ടെന്ന് അവർ പറഞ്ഞു പോകുന്നത്. അപ്പോൾ ആ റീഡ് ചെയ്യാനുള്ള ആ സ്റ്റാർട്ടിങ് ടൈമിൽ നമ്മൾ പെട്ടെന്നൊന്ന് ഓടിച്ച് റീഡ് ചെയ്യണം. അവർ പറഞ്ഞു പോകുമ്പോൾ ചിലപ്പം 3 കഴിഞ്ഞ് 4 4 നമുക്ക് കിട്ടിയില്ല, വിട്ടുപോയി. അവിടെ വെച്ചോണ്ടിരിക്കരുത്, അയ്യോ 4 എന്തായിരുന്നു എന്ന് പറഞ്ഞ് ആലോചിച്ചുകൊണ്ടിരിക്കരുത്. അടുത്ത് എന്താണോ പറയുന്നത് പെട്ടെന്ന് ജമ്പ് ചെയ്ത് അവരുടെ ഒപ്പത്തിൽ പോകാനായിട്ട് നോക്കുക. എന്ന് വെച്ചാൽ നമ്മൾ ആ ഒരു 4നെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും നമ്മുടെ 5ഉം 6ഉം ഒക്കെ ഇങ്ങനെ പോവുകയാണ്. അത് പിന്നെ റിപ്പീറ്റ് ചെയ്ത് വരുന്ന ഒരു വോയിസ് അല്ല. അപ്പം നമ്മൾ പെട്ടെന്ന് ഒരെണ്ണം വിട്ടുപോയി, അത് ഇവിടെ പോട്ടെ, നമ്മൾ അടുത്തേക്ക് ചാടി അവർ പറയുന്നതനുസരിച്ച് ജമ്പ് ചെയ്ത് എഴുതി പോവുക. അറ്റ് ലാസ്റ്റ് നമുക്ക് റീഡ് ചെയ്യാനായിട്ട് ഒരു 2 minutes ടൈം ഉണ്ടാവും. ആ സമയത്ത് വിടരുത്, ബ്ലാങ്ക് ആയിട്ട് വിടരുത്. എന്തെങ്കിലും അവിടെ വായിച്ചിട്ട് നമ്മൾ കേട്ടതുമായിട്ടൊന്ന് ആലോചിച്ചിട്ട് ഗസ് ചെയ്തിട്ടാണെങ്കിലും അവിടെ എന്തെങ്കിലും ഒന്ന് എഴുതി വെക്കുക. അതാണ് എ പാർട്ടിൽ ചെയ്യേണ്ടത്. ഇപ്പം റീഡിങ്ങിനാണെങ്കിൽ എ പാർട്ടിന് നമുക്ക് ആ ടൈമിൽ നമ്മളത് തീർക്കണം. ഒരു സ്പേസും വിട്ട് കളയരുത്, ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ പോലും നമ്മൾ വിട്ട് കളയരുത്. ചിലപ്പം നമ്മൾ ചുമ്മാ കറക്കി കുത്തിയാൽ പോലും ചിലപ്പോൾ അത് നമ്മുടെ ശരിയായിരിക്കും. അപ്പോൾ അതുകൊണ്ടൊന്നും വിട്ട് കളയാതെ എല്ലാം ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ അവർ നമുക്ക് ഇൻസ്ട്രക്ഷൻസ് തരുന്നുണ്ടാകും, ആ സമയത്ത് ഇത് തുറക്കാൻ പാടുള്ളൂ. നമ്മുടെ ബുക്ക്ലെറ്റ് തുറക്കാനൊക്കെ അവർ ഇൻസ്ട്രക്ഷൻ തരും, അപ്പം തുറക്കുക. അതുപോലെ തന്നെ അവർ സൈൻ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ പറയുമ്പോൾ മാത്രം ചെയ്യുക. അവർ തുറന്ന് സ്റ്റാർട്ട് ചെയ്തു എന്ന് പറയുമ്പോൾ മാത്രം സ്റ്റാർട്ട് ചെയ്യാം. എന്താ പറയുക, അത് അങ്ങനെയൊക്കെ നമ്മുടെ ഇഷ്ടത്തിനൊക്കെ ചെയ്യുമ്പോഴേക്കും അതൊക്കെ ഒരു നെഗറ്റീവാണ് അവരുടെ അടുത്ത്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യാതെ, ടെൻഷൻ അടിക്കാതെ നല്ല കോൺഫിഡൻ്റ് ആയിട്ടിരുന്ന് ചെയ്യുക.